Abstraction is nothing but hiding the unnecessary details from the user and showing only the important details, right? And there will be a masking will be there, so only unnecessary implementation details will be hidden from the user, right? And we have discussed about subroutines, right? And we are now discussing about storage layout. In the stack storage layout we have discussed, so whenever a subroutine is called, a new stack frame will be created, isn't it? അല്ലേ? കേൾക്കുന്നില്ലേ അഖിൽ, റസാന, വൈഷ്ണവി, നേഹ, സഹല? ഒന്ന് റിപ്ലൈ ചെയ്തേ. Okay. So we were discussing about the stack storage layout. In this you can see I have discussed about some of the subroutine call in this example. In this example you can see some subroutine call. It's like A, B, C and D. These are the subroutine, and the order of calling is like this, right? In which order we have called this A, B, C, D, E? So this is the order. A is the first subroutine we have called, then B and E. Inside B, two other subroutine called C and D is called, isn't it? So C will be visible only inside B, right? And the subroutine E will be visible only inside subroutine A. If I'm considering the subroutine B, this will be only visible inside the subroutine A. Similarly, the subroutine E will be only visible inside subroutine A. D will be visible only inside the subroutine B. Outside B, this will not be visible, right? And we have discussed what is meant by the static link and dynamic link, right? What does mean by the static link? What does a static link is? Each stack frame contain a reference to the frame of the lexically surrounding subroutine called static link. So consider this. C in the lexically surrounding subroutine ഏതാണ്? C എന്ന് പറയുന്നതിന്റെ surrounding subroutine, lexically surrounding subroutine ഏതാണ്? C ൻ്റെത് ഏതാണ്? C ന്റെ lexically surrounding subroutine എന്ന് പറഞ്ഞേ, ഒന്ന് റിപ്ലൈ ചെയ്തേ. C ന്റെ lexically surrounding subroutine ഏതാണ്? Look at this diagram and tell me. Razana, Neha, Sankeet, Shraddha, പറയൂ, ഏതാണ് ഇവിടെ ബിന്റെ ലെക്സിക്കലി സറൗണ്ടിങ് സബ്റൂട്ടീൻ ഏതാണ് എന്ന് പറഞ്ഞേ? സിന്റെ ലെക്സിക്കലി സറൗണ്ടിങ് സബ്റൂട്ടീൻ ഏതാണ്? ആൻസർ ചെയ്യുന്നുണ്ടോ ആരെങ്കിലും? ഇല്ല. ടി. സി ഡിനുള്ളിൽ വിസിബിൾ ആയിക്കോ നേഹ? സി ഡി എന്ന് പറയുന്ന സബ്റൂട്ടിനുള്ളിൽ വിസിബിൾ ആണോ? ആയിക്കോ? നിങ്ങളൊന്ന് നോക്കിയേ. എ ഉണ്ട്, എന്റെ ഇൻസൈഡ് ബിനെ കോൾ ചെയ്തു, ബിനെയും കോൾ ചെയ്തു, ഇനെയും കോൾ ചെയ്തു. ബിന്റെ അകത്താണ് ഏതൊക്കെ കോൾ ചെയ്തിട്ടുള്ളത്? സി, ഡി, റൈറ്റ്? അപ്പോൾ ഡി എന്ന് പറയുന്ന വേരിയബിൾ സിയിൽ വിസിബിൾ ആവോ? സേസ് ഓർ നോ? നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല, ഞാൻ ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം, അതാ ചോദിക്കുന്നത്. ബിന്റെ വിസിബിലിറ്റി ഏതിന്റെ ഉള്ളിലൊക്കെ ആയിരിക്കും? സി എന്ന് പറയുന്ന സബ് റുട്ടീൻ വിസിബിൾ ടു ബി, isn't it? അല്ലേ? അപ്പൊ സിന്റെ സറൗണ്ടിങ് സബ് റുട്ടീൻ ഏതാണ്? ലെക്സിക്കലി സറൗണ്ടിങ് സബ് റുട്ടീൻ ഏതാണ്? അല്ലെങ്കിൽ ആൻസർ ചെയ്യുന്നുണ്ടോ? ബി. ഓക്കെ, വെരി ഗുഡ്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? അത് ഡിന്റെ ലെക്സിക്കലി സറൗണ്ടിങ് സബ് റുട്ടീൻ എന്ന് പറയുന്നത് ബി ആയിരിക്കും. അതുപോലെ ഡിന്റെ ലെക്സിക്കലി സറൗണ്ടിങ് സബ് റുട്ടീൻ ഏതായിരിക്കും? ഡിന്റെത്. നിങ്ങൾ ആൻസർ ചെയ്യണേ. ഡിന്റെ ലെക്സിക്കലി സറൗണ്ടിങ് സബ് റുട്ടീൻ ഏതാന്ന് പറ. ഈ ഡയഗ്രം നോക്കിയിട്ട് പറഞ്ഞേ. ഇവിടെ ഡിന്റെ
ലെക്സിക്കലി സറൗണ്ടിങ് സബ് റുട്ടീൻ ഏതാണ്? കീർത്തന, അനഘ, സഹലാബി, ജസ്ന. ബി. ഓക്കെ, വെരി ഗുഡ്. അതന്നെ. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി, സ്റ്റാറ്റിക് ലിങ്ക് എന്ന് പറയുന്നത് ഓൾവേസ് റെഫർ ടു ദി ലെക്സിക്കലി സറൗണ്ടിങ് സബ് റൂട്ടീൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സിൻ്റെയും ഡിൻ്റെയും സ്റ്റാറ്റിക് ലിങ്ക് എങ്ങോട്ടൊക്കെ ഫോളോ ചെയ്ത് നോക്കൂ. സി സ്റ്റാറ്റിക് ലിങ്ക് ബിയിലേക്ക്, അതുപോലെ ഡിന്റെ സ്റ്റാറ്റിക് ലിങ്കും ബിയിലേക്ക്. കണ്ടോ? അതുപോലെ തന്നെ ബിൻ്റെയും ഇൻ്റെയും സ്റ്റാറ്റിക് ലിങ്ക് എങ്ങോട്ടായിരിക്കും പോയിന്റ് ചെയ്യുക? ബിൻ്റെയും ഇൻ്റെയും സ്റ്റാറ്റിക് ലിങ്ക് പോയിന്റ് ചെയ്യുന്നത് എയിലായിരിക്കും. ദാറ്റ് ഈസ് ദി ലെക്സിക്കലി സറൗണ്ടിങ് സബ് റൂട്ടീൻ. അപ്പോൾ അതിനാണ് സ്റ്റാറ്റിക് ലിങ്ക് എന്ന് പറയുക. ഇനി ഡൈനാമിക് ലിങ്ക് എന്ന് വെച്ച് കഴിഞ്ഞാലോ, ഇറ്റ് ഈസ് ആക്ച്വലി ലൈക്ക് ദ റിട്ടേൺ അഡ്രസ് വേർ ഇറ്റ് ഹാവ് ബീൻ കോൾഡ്. നമ്മൾ എവിടെ നിന്നാണോ നമ്മൾ ആ സബ് റൂട്ടീൻ കോൾ പോയത് അങ്ങോട്ടേക്കുള്ള റിട്ടേൺ അഡ്രസ് ആണ് ആക്ച്വലി ഡൈനാമിക് ലിങ്ക് എന്ന് പറഞ്ഞാൽ. ഓക്കെ, depending on whether static link and dynamic link may or may not be the same, depending on whether the current routine was called by its lexically surrounding subroutine or by some other routine nested inside the routine. അപ്പോൾ ഡൈനാമിക് ലിങ്ക് എന്ന് വെച്ചാൽ അലോസ് എ വാക്ക് ബാക്ക് ടു ദ ഫ്രെയിം പോയിന്റർ ലീനിയർലി ഡൗൺ ദ സ്റ്റാക്ക്. സ്റ്റാറ്റിക് ലിങ്ക് ആണെങ്കിലോ അലോസ് എ വാക്ക് ബാക്ക് ടു ദ ഫ്രെയിം പോയിന്റർ ഫ്രം ദ ലെക്സിക്കൽ വ്യൂ പോയിന്റ്. അതായത് എപ്പോഴും നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി, ഒരു ഫ്രെയിമിൻ്റെ ഉള്ളിൽ തന്നെ ഉള്ളതായിരിക്കും. നമുക്കിപ്പം സ്റ്റാറ്റിക് ലിങ്ക് ഡൈനാമിക് ലിങ്ക് നോക്കുന്ന സമയത്ത് ആ ഒരു പെർട്ടിക്കുലർ ഫ്രെയിം പോയിന്ററിൽ ഇതിൽ വിസിബിലിറ്റി വരുന്ന ഏറ്റവും സറൗണ്ടിങ് സബ് റൂട്ടീൻ വിൽ ബി ഇറ്റ് സ്റ്റാറ്റിക് ലിങ്ക്, and dynamic link will be there from which point it has been called. It is like return address for coming back to the point where we have stopped before. Okay, so consider this diagram. Within B, C and D is visible, isn't it? Within B, C and D is visible. Okay, all 5 routines are visible inside within A, B and E are visible, isn't it? Within A, ഏതൊക്കെ വിസിബിൾ ആയിരിക്കും? B and D. Isn't it? Any routines A, B and E are visible, but C and D is not visible inside A, isn't it? A-നുള്ളിൽ വിസിബിൾ ആയിട്ടുള്ളത് ഏതൊക്കെയാ? ബിയും ഇയും ആണ്. What about C and D? It is not visible because this is inside B. എന്റെ ഉള്ളിൽ രണ്ടെണ്ണം ഉള്ളത്, ഒന്ന് ബിയും ഒന്ന് ഇയും. ബിയിനുള്ളിലാണ് സിയും ഡിയും ഉള്ളത്. സോ ദിസ് സി ആൻഡ് ഡി ഇസ് നോട്ട് വിസിബിൾ ഫ്രം എ. ഓക്കെ അല്ലേ? ഇത് ക്ലിയർ അല്ലേ ഈ കൺസെപ്റ്റ്? സ്റ്റാറ്റിക് ലിങ്ക് ആൻഡ് ഡൈനാമിക് ലിങ്ക് കൺസെപ്റ്റ് ക്ലിയർ ആയില്ലേ? എപ്പോഴും ചോദിക്കുന്നൊരു ക്വസ്റ്റൻ ആണേ. മനസ്സിലായില്ലേ? വൈഷ്ണവി, സഹലായൻ, അഞ്ജലി, അനഘ, മസ്ന, കീർത്തന, അഖിൽ, നേഹ, സംഗീത്, വിഷ്ണു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഡി വിൽ ബി കോൾഡ് ഡയറക്ട്ലി ഫ്രം ബി, ദെൻ ബീസ് ഫ്രെയിം വിൽ ഓൾറെഡി ബി ഓൺ ദ സ്റ്റാക്ക്. അടുത്തത്, what and all information subroutine will be stored inside this activation record. So every stack frame will store the information like we'll call it as an activation record. So this will contain a subroutine frame and it will store temporary storage, local variable, bookkeeping information, return address, and subroutine arguments and return. These all information will be stored inside an activation record. So whenever a subroutine, for example, if A എന്ന് പറയുന്ന subroutine call ചെയ്ത് കഴിഞ്ഞാൽ corresponding activation record will be created and that will be stored inside the stack. എന്ത് സംഭവിക്കും? എ എന്ന് പറയുന്നതിന് ഒരു പെർട്ടിക്കുലർ ആക്ടിവേഷൻ റെക്കോർഡ് ഉണ്ടാവും. എന്റെ അകത്ത് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ടാവും. ടെമ്പററി ഇൻഫർമേഷൻ, ലോക്കൽ വേരിയബിൾസ്, ബുക്ക് കീപ്പിംഗ് ഇൻഫർമേഷൻ, return address, like this it will store. So this is for A. Similarly for
B also, I'll say the location. Same thing will be stored for B also. Okay. So before a subroutine is executed, the frame must set up some field in the frame must be initialized. Formal arguments must be placed with actual argument. This is done in the calling sequence of instructions before and after subroutine to set up this frame. Next is calling sequence. So you are very much aware about what does a calling sequence is. Like inside a main program, if I'm calling a subroutine, that process is known as actually calling sequence. There a caller will be there and a callee. Who is a caller? Who is the caller? If this is the diagram, scenario diagram just വരക്കാം. A is there. Inside A, I'm calling B. Okay. And this is B. And another subroutine E. And inside A, I'm calling one more thing, that is E. Okay. So this is the order. A. Inside A, I'm calling B. Inside B, I'm calling C. And D. And inside A, I'm calling one more, that is E. Okay. So here, if I'm calling B, who is caller and who is callee? മനസ്സിലായോ ചോദിച്ചത്? If I'm calling this is the sequence. Here, who is the caller and who is the callee? ആരാണ് caller and ആരാണ് callee എന്ന് പറഞ്ഞ്? B നെയാണ് ഞാൻ call ചെയ്യുന്നത്. This is the link. This is B. Who is the caller and who is the callee here? A is the caller. B is the callee. Okay. ആരാണോ വിളിക്കുന്നത് അവരെ caller എന്ന് വിളിക്കും. ആരെയാണോ വിളിക്കുന്നത് that is known as callee. Clear അല്ലേ? Okay. Caller and callee. And three components maintaining subroutine call stack. Three codes are executed. Three components are there. The code executed by the caller immediately before and after calling subroutine. അപ്പോൾ ഈ കോൾ ചെയ്യുന്ന സമയത്ത് അവിടെ മൂന്ന് കോമ്പണൻസ് ഉള്ളത്. ഇത് ഞാൻ നിങ്ങളുടെ അടുത്ത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഈ വേർഡ്. വൺ ഈസ് നോൺ ആസ് പ്രൊലോഗ്. ദ കോഡ് എക്സിക്യൂട്ട് അറ്റ് ദ ബിഗിനിങ് ഓഫ് എ സബ്റൂട്ടീൻ ഈസ് നോൺ ആസ് പ്രൊലോഗ്. നെക്സ്റ്റ് വൺ ഈസ് എപ്പിലോഗ്. The code executed at the end of the subroutine is known as epilogue. So what are the three components? Calling routine will be there. Calling routine, subroutine call എന്ന് പറയും നമ്മൾ ഇതിനെ. Calling routine or subroutine call. Then prologue will be there. Then epilogue will be there. എന്താ ഇപ്പം ഇതിപ്പോൾ എഴുതിയെന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ല. Prologue will be the code executed at the beginning of the subroutine call. അത് കഴിഞ്ഞിട്ടോ then next will be the subroutine call. After that epilogue will be there. Okay, so the code executed at the beginning and at the end of the subroutine call. These are the three components of calling sequence. See this example. Calling sequence, I'm calling a procedure called foo, and whatever statement that is executed before foo, this is the calling sequence. This is the call foo, and whatever statement executed in the first stage, this is the prologue code. And after foo body, ഇതിന്റെ ഇത് ഫംഗ്ഷൻ കോൾ ആണ്. അപ്പൊ ഞാൻ എങ്ങോട്ടേക്ക് പോകും? ഫംഗ്ഷൻ ഡെഫിനേഷനിലേക്ക് പോകും. Function definition എടുത്തുനിന്ന് after performing the function definition part, it will come back to the statement where I have stopped before. So this is known as epilogue. So calling sequence code will be there, call will be there, calling sequence code. So this is the prologue part, this is the epilogue part. Is that clear? Is this clear? Prologue code, epilogue code, calling sequence മനസ്സിലായോ?
3 components of calling sequence മനസ്സിലായോ? അജ്മൽ, സിനാൻ, അതിൻ, അനുഗ്രഹ്, അഭിനവ്, അഞ്ജിത, ദേവിക, ഇജാസ്. കോളിംഗ് സീക്വൻസ് ക്ലിയർ ആയോ? വാട്ട് ഈസ് പ്രൊലോഗ് ആൻഡ് വാട്ട് ഈസ് എപ്പിലോഗ് എന്ന് മനസ്സിലായോ? Any doubt? Is that okay? Sarang, Sangeet, Roshan. Karthik. Okay. Next is calling sequence. The term calling sequence refers to the combined operation of the caller, prologue and epilogue. അപ്പോൾ ഈ 3 കോമ്പണൻസിനും കൂടിയിട്ടാണ് നമ്മൾ എന്ത് പറയുക, കോളിംഗ് സീക്വൻസ് എന്ന് പറയുക. ഏതാ 3 കോമ്പണൻസ് എന്ന് പറയുന്നത്? caller will be there, epilogue and prologue. Okay, so the maintenance of subroutine call stack is the responsibility of the calling sequence. So here responsibilities are like, on the way, in pass parameter, save return address, change program counter, change stack layout, save registers. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോവാണെങ്കിലോ, ഇപ്പൊ ഞാനിപ്പോൾ ഇതാണ് എക്സാമ്പിൾ എന്ന് വെച്ചാൽ, ഇഫ് ഐ എം കോളിംഗ് എ is a caller, I'm calling B. Okay, if this is the case, what are the steps that I have to do while calling B? നമ്മൾ ഇവിടെ കോൾ ചെയ്യുന്നതിന് മുമ്പേ ഇതാണ് കോൾ, ഫംഗ്ഷൻ കോൾ. Whatever things are there before this, I have to save all these things, right? So on the way, you have to pass the parameter, save return address, change program counter, change stack counter, save registers that might be overwritten, changing frame pointer to a new frame and initializing the code for new object. All these things you have to do before calling B, right? And after calling, once I am finished the calling of B, once I'm finishing the task with the calling of B, on the way out, passing return address, I have to pass where I have to go back. അതായത് ഇങ്ങനെയല്ലേ സ്റ്റാക്ക് വരിക, ദിസ് ഈസ് എ, ദിസ് ഈസ് ബി, റൈറ്റ്? അപ്പോൾ ബീനെ കോൾ ചെയ്യുന്ന സമയത്ത് വാട്ട് എവർ ഇൻഫർമേഷൻസ് ആർ ദർ റിലേറ്റഡ് വിത്ത് എ, ഐ ഹാവ് ടു സ്റ്റോർ ഓൾ ദോസ് ഇൻഫർമേഷൻ. ദെൻ ഐ വിൽ കോൾ ബി, and this is currently active now because this is the currently top of the stack, and whatever things are the related with that I will store. Once this is finished, this will be popped out, right? And A will be on the top. On the way out, I have to give the return address. ഇപ്പോൾ ബി എന്ന ഫംഗ്ഷൻ കോഡ് വന്നു, വേറെ ഇവിടത്തേക്ക് ബി എന്ന ഫംഗ്ഷൻ ഡെഫിനേഷൻ പാർട്ടിലേക്ക് പോയി, വാട്ട് എവർ ആക്ഷൻസ് ആർ there that I will perform, and I have to come back to the point where I have called before, right? ഈ പോയിന്റിലായിരുന്നു ഞാൻ ബീനെ കോൾ ചെയ്തത്, അവിടത്തേക്ക് തിരിച്ചു വരണ്ടേ? സോ ഓൺ ദ വേ ഔട്ട്, പാസിംഗ് റിട്ടേൺ അഡ്രസ്, വാല്യൂസ്, execution, finalization of code, local object, deallocating stack frame, restoring objects, restoring PC, all these things I have to do. ഈ പറഞ്ഞത് ക്ലിയർ ആയോ? ഓൺ ദ വേ ഇന്നും ഓൺ ദ വേ ഔട്ടും എന്താണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലായോ? നിതിൻ, റീസ, ഇജാസ്, ജസ്ന, റസാന, സാരംഗ്, സംഗീത്. ഓക്കെ, മനസ്സിലായില്ലേ? ഇവിടെ some of this task example, passing parameter must be performed by the caller because they differ from call to call. നമ്മൾ പാരാമീറ്റർ പാസിങ് ആരാ ചെയ്യുക? ഏത് പാരാമീറ്റർ ആണ് പാസ് ചെയ്യണമെന്ന് ആരാ ഡിസൈഡ് ചെയ്യുക? കോളർ അല്ലേ? കോളർ അല്ലേ പാരാമീറ്റർ കോളിലേക്ക് പാസ് ചെയ്യുക. ഓക്കെ, സോ മോസ്റ്റ് ഓഫ് ദ ടാസ്ക് ക്യാൻ ബി പെർഫോംഡ് either by the caller or by the callee. The space is saved if work is mostly done by a callee. Anything done in callee appears only once in the target program. Anything done by caller has to appear before and after every call in the final compile code. So while passing the parameter,
caller will pass the parameter to the called program. If I'm calling the subroutine B from A will pass the parameter to B will receive and B will do the task intended to do. Then most of the task can be performed either by the caller or by the calling. ഇവിടെ നോക്കിയേ, some registers like SP and FP are clearly different in and out of a subroutine. SPയും FP എന്താണെന്ന് നിങ്ങൾക്കറിയില്ലേ? One is stack pointer and another is frame pointer. Stack pointer will always point to the empty location inside the overall stack. Frame pointer will point to the current top of the stack. ഇപ്പോൾ currently active ആയിട്ടുള്ള stack ഏതാണോ അതിനെയാണ് frame pointer will point. Stack pointer will point to the empty location. Now consider this solution. Consider this. Inside main R1 is there, so I'll draw the corresponding stack also here. Okay, so main program is called, inside main I'm assigning R1 value is 10, right? Here R1 is 10. Then I'm assigning R1 to T1. Now T1 value is also 10 and I'm calling foo. അപ്പോൾ ഇത്ര വരെ ഏതിൻ്റെ പ്രോഗ്രാമാ? മെയിനിൻ്റെ പാർട്ടാണ്. And main. Next I'm calling foo. Okay, inside foo what and all things are doing? T1 is equal to R1. ഈ പോർഷൻ എന്താ പറയാ? ഇപ്പൊ foo call ചെയ്യുന്ന സമയത്ത് save and restore the calling sequence of the caller. I will save all the values here. T1 ഏതാണോ വാല്യൂ അത് ഞാൻ സേവ് ചെയ്യും. ഇനി ഫൂലേക്ക് പോയിട്ടാകുമ്പോൾ ടീന്റെ വാല്യൂ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫൂല് മാത്രമേ എക്സിസ്റ്റ് ചെയ്യുള്ളൂ, റൈറ്റ്? ഇനി ഫൂൽ എന്തൊക്കെയാണ് ചെയ്യുന്നത്? T1 is equal to R1. R1 value is given as 20, right? Then T1 is equal to, I'm reassigning R1 is equal to T1. Okay, then once the call is finished, this calling sequence is finished and it will return back to the point where I have stopped before. ഇവിടെ എന്താ ചെയ്യുന്നത്? R1 is equal to T1. So this is actually the calling sequence, epilogue sequence, and this is the prologue sequence. ഇവിടെയോ? ഇവിടെ മെയിനിൽ ഉണ്ടായിരുന്ന calling sequenceന്റെ വാല്യൂസ് മുഴുവൻ നമ്മൾ സ്റ്റോർ ചെയ്യും. ഇവിടെയാണെങ്കിൽ save and restore prologue and epilogue at the calling. Once again, I'll repeat. The stack pointer SP point to the first unused location on the stack or the last used location depending on the compiler. Frame pointer will point to the location near the bottom of the frame. Okay, the space for all arguments is reserved in the stack even if the compiler passes some of them in the registers. The callee will need a place to save them if it calls a nested subroutine. ഓക്കെ ആണോ? ഇതിലിപ്പം ഏതൊക്കെ പോയിന്റ്സ് എന്തൊക്കെയാണ് സേവ് ചെയ്യാന്നൊക്കെ മനസ്സിലായി നിങ്ങൾക്ക്? കോൾ ചെയ്യുന്ന സമയത്ത് കോളർ ഇസ് കോളിംഗ് another subroutine. Caller information will be saved inside the stack space, right? And whenever a new callee is called, all the information regarding the callee, ആരെയാണോ കോൾ ചെയ്യുന്ന വെച്ചാൽ ബിനെയാണ് കോൾ ചെയ്യുന്നതെങ്കിൽ all information regarding A will be saved first. Whenever I'm calling another subroutine called B, its information will also be stored. Once it is resuming back to the caller, that will become inactive. Okay, so how a typical calling sequence will, what are the main things? What are the flow of this calling sequence? Saves any caller save registers whose value will be needed after the call.
compute the values and arguments and move them into the stack register. Then what is the next link? Compute the static link. അപ്പോൾ കുറച്ച് ടാസ്ക് ഓരോ പ്രോസസ്സിനും ഓരോ ടാസ്ക് ഉണ്ട്. നമ്മുടെ മെയിൻ കോളിംഗ് സീക്വൻസിന്റെ മെയിൻ കോമ്പണൻസ് ഏതൊക്കെയാണ്? വിച്ച് ആർ ദ മെയിൻ കോമ്പണൻസ് ഓഫ് കോളിംഗ് സീക്വൻസ്? ഫസ്റ്റ് കോമ്പണന്റ് ഇസ് കോളർ, റൈറ്റ്? സെക്കൻഡ് കോമ്പണന്റ് ഇസ് കോളി, റൈറ്റ്? ഇനി കോളിയിൽ തന്നെ എന്തൊക്കെ പാട്ടുണ്ടാവും? പ്രൊലോഗ് പാട്ടുണ്ടാവും, എപ്പിലോഗ് പാട്ടുണ്ടാവും, റൈറ്റ്? ഇനി കോളർ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഫസ്റ്റ് കോളർ വിൽ save any caller save register, saves any caller saves registers. caller saves register ഇതിന്റെ വാല്യൂ നമുക്ക് ഈ ഫംഗ്ഷൻ കോൾ കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് ഇത് വേണ്ടി വരും. അപ്പോൾ നമ്മൾ ആ വാല്യൂ സേവ് ചെയ്ത് വെക്കും. നെക്സ്റ്റ് കമ്പ്യൂട്ട് ദ വാല്യൂസ്. ഇതൊന്ന് നോട്ട് ചെയ്യണേ. കമ്പ്യൂട്ട് ദ വാല്യൂസ് ഓഫ് ആർഗ്യുമെന്റ് and store inside the stack. Compute the values and arguments, store inside the stack. പിന്നെ എന്ത് ചെയ്യണം? I need the static link, right? ഇതിന്റെ സബ് റൂട്ടീൻ ഏതാന്ന് അറിയണല്ലോ. So compute static link. And pass this. പിന്നെ എന്ത് ചെയ്യണം? കോളർ എന്ത് ചെയ്യണം? കോളിയിലേക്ക് ജമ്പ് ചെയ്യണ്ടേ? So it will use a jump instruction, or we can say jump to the subroutine ആണ് അടുത്ത കേസ്. Jump to the subroutine. ഓക്കെ, ഇത്രയാണ് കോളറിൽ ചെയ്യേണ്ടത്. ഇനി കോളിയിൽ എന്തൊക്കെ ചെയ്യണം? പ്രൊലോഗ് പോർഷൻ ഉണ്ടോ, എപ്പിലോഗ് പോർഷൻ ഉണ്ടോ? പ്രൊലോഗ് പോർഷനിൽ എന്താ ചെയ്യുക? അലോക്കേറ്റ് എ ഫ്രെയിം എങ്ങനെ അതിന് ഏത് ഫ്രെയിമാന്ന് കണ്ടുപിടിക്കണമെങ്കിൽ എന്താ ചെയ്യുക? ബേസ് അഡ്രസ്സിൽ നിന്ന് ഇതിന് അഡ്രസ്സ് മൈനസ് ചെയ്താൽ പോരെ? സബ്ട്രാക്ടിങ് ആൻ അപ്രോപ്രിയേറ്റ് കോൺസ്റ്റന്റ് ഫ്രം ദി എസ് പി. എസ് പി. പിന്നെയോ രണ്ടാമത്തെ പോയിന്റ് എന്താ? വേറെ എന്ത് ചെയ്യണം? സേവ്സ് ഓൾഡ് ഫ്രെയിംസ്, ഓൾഡ് ഫ്രെയിം പോയിന്റർ into stack. അടുത്തതോ നെക്സ്റ്റ് ടാസ്ക് എന്താ? സേവ് കോളി സേവ് രജിസ്റ്റേഴ്സ്. ഇത്രയും പ്രൊലോഗിന്റെ പാട്ടാണ്. ഇനി എപ്പിലോഗ് ആണെങ്കിലോ? മൂവ് ദ റിട്ടേൺ വാല്യൂ ഇൻ ടു ദ രജിസ്റ്റർ, റീസ്റ്റോർ ദ കോളി സേവ് രജിസ്റ്റേഴ്സ്, റീസ്റ്റോർ എഫ് പി ആൻഡ് എഫ് പി, ജംപ് ബാക്ക് ടു ദ റിട്ടേൺ അഡ്രസ്. അതായത് പ്രൊലോഗ് പോർഷൻ കഴിഞ്ഞു, കോൾ വന്നു, നെക്സ്റ്റ് ഇത് കഴിഞ്ഞിട്ടുള്ള പോർഷനാണ്, റൈറ്റ്? സോ ദീസ് ആർ ദ ടാസ്ക് പെർഫോംഡ് ബൈ caller and callee inside a typical calling sequence. ഓക്കെ ആണോ? ഇതുവരെ ക്ലിയർ ആണോ? ജസ്ന, പ്രണവ്, റീസ, റസാന, വൈഷ്ണവി, അനക, അഖിൽ? അടുത്ത ടോപ്പിക്കാണ് പാരാമീറ്റർ പാസിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പാരാമീറ്റർ പാസിംഗ് അറിയാലോ. നമ്മൾ ഏതൊക്കെ ടൈപ്പ് പാരാമീറ്റർ പാസിംഗ് പഠിച്ചിട്ടുള്ളത്? വിച്ച് ആർ ദ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പാരാമീറ്റർ പാസിംഗ് മെക്കാനിസംസ് ദാറ്റ് യു ഹാവ് സ്റ്റഡി? Which are the different type of parameter passing mechanism that you have studied? Pass by value,
Pass by reference. Okay. അതാണ് മെയിൻ ആയിട്ട് നിങ്ങൾ ചോദിച്ചത്. അപ്പോൾ കോൾ ബൈ വാല്യൂ ഓർ കോൾ ബൈ റെഫറൻസ്, പാസ് ബൈ വാല്യൂ ആൻഡ് പാസ് ബൈ റെഫറൻസ്. അതല്ലാതെ കുറച്ച് സബ്റൂട്ടീൻ പാരാമീറ്റർ പാസിംഗ് മെക്കാനിസം കൂടെ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യും. മോസ്റ്റ് സബ്റൂട്ടീൻ, പാരാമീറ്റർ പാസിംഗിന്റെ കേസിൽ മോസ്റ്റ് സബ്റൂട്ടീൻസ് ആർ പാരാമീറ്ററൈസ്ഡ്. The parameter name that appear in the declaration of subroutine are known as formal parameter. Formula actually അറിയാലോ, സബ്റൂട്ടീന്റെ ഡിക്ലറേഷനിൽ വരുന്നതാണ് ഫോർമൽ പാരാമീറ്റർ. ദ വേരിയബിൾ എക്സ്പ്രഷൻ ദാറ്റ് ആർ പാസ്ഡ് ടു സബ്റൂട്ടീൻ ഇൻ എ പർട്ടിക്കുലർ കോൾ ആർ നോൺ ആസ് ആക്ച്വൽ പാരാമീറ്റർ. Next, so actual parameters are also known as arguments. Three basic implementations are there. One is value, reference, closure, and name. So these are the three basic implementations for parameter passing. One is value based implementation, another is reference based implementation, next is closure or name. Some languages including C, Fortran, ML, and Lisp define single set of rules that apply to all the parameters. Other languages including Pascal, Modula, and Ada provide two or more set rules corresponding to the different parameter passing mechanism. The two most common parameter passing methods are like call by value and call by reference, right? So here, the parameter passing list, suppose x is a global variable, pass x as a parameter to subroutine p as p of x, provided p with a copy of x value may be provided it with x address. With value parameter, each actual parameter is assigned into corresponding formal parameter. When a subroutine is called on this call, then these two variables will be like two are independent actually. അതായത് നമ്മളിപ്പോൾ പാരാമീറ്റർ പാസ് ചെയ്യുന്ന കേസിൽ പി ആണ് ഫംഗ്ഷൻ കോൾ എങ്കിൽ ഐ എം പാസിംഗ് ദ വാല്യൂ കോൾഡ് എക്സ് ആണെങ്കിൽ പി ഓഫ് എക്സ് എന്ന് കോൾ ചെയ്യാം, റൈറ്റ്? ദിസ് ഇസ് പാരാമീറ്റർ സബ്റൂട്ട്. ഐ എം പാസിംഗ് ദി വേരിയബിൾ എക്സ്, പാസിംഗ് എക്സ് ഇസ് എ പാരാമീറ്റർ ടു എ സബ്റൂട്ടീൻ കോൾഡ് പി, റൈറ്റ്? വിത്ത് വാല്യൂ പാരാമീറ്റർ ആണെങ്കിലോ, each actual parameter is assigned into its corresponding formal parameter when a subroutine is called. From then on, these two are independent. ഞാനിപ്പം പി ഓഫ് എക്സ് എന്ന് പറഞ്ഞു വെച്ചോ, എക്സിൽ ഞാൻ പാസ് ചെയ്യുന്ന വാല്യൂ ഒരു ഇൻറ്റീജർ വാല്യൂ ആണ്. അപ്പുറത്ത് ഇതിൻ്റെ ഫംഗ്ഷൻ ഡെഫിനിഷൻ്റെ അകത്ത് ഞാൻ റിസീവ് ചെയ്യുന്ന വാല്യൂ ഇൻറ്റീജർ വാല്യൂ 10 ആണ് പാസ് ചെയ്ത് ചോദിച്ചോ. ഈ ആഫ്റ്റർ പാസിംഗ്, ദാറ്റ് മീൻസ് വെൻ എ സബ്റൂട്ടീൻ ഇസ് കോൾഡ്, ഫ്രം ദെൻ ഓൺ വേഴ്സ് ദീസ് ടു ആർ ഇൻഡിപെൻഡന്റ്. അതിനുശേഷം എക്സിന്റെ വാല്യൂ ഇതിനുള്ളിൽ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാലും ദർ ഈസ് നോ ഡിപെൻഡൻസി ബിറ്റ്വീൻ ദീസ് എക്സ് ആൻഡ് ദിസ് എക്സ്, ബിക്കോസ് ദിസ് ഇസ് ഓൾറെഡി പാസ്ഡ്, ഇസ്ന്റ് ഇറ്റ്? പിന്നെ ഇതിൽ വരുത്തുന്ന ചേഞ്ചസ്, ഇപ്പം ഞാൻ എക്സിന്റെ വാല്യൂ ഇതിനുള്ളിൽ 20 ആക്കി, ഈ 10ഉം ഈ 20ഉം തമ്മിൽ ചേഞ്ച് ആവുമോ? പിന്നെ ഇത് 20 ആയി കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ വാല്യൂ 20 ആയിരിക്കുമോ? അല്ല, because I am following a value parameter method. Each actual parameter is assigned into its corresponding formal parameter when a subroutine is called, and these two will be independent. Okay, so for the time being I'll stop here. Rest of the things will continue next class. Okay.